ജനാർദ്ദനക്കുറിപ്പാണ്. വാശികവും പഞ്ചതത്വം എന്നുള്ള പുസ്തകത്തിൽ രുദ്രയാമളത്തിലെ വേദപ്രകരണത്തിൽ യാജ്ഞിക ലക്ഷണം, പേജ് 97. യജ്ഞത്തിൽ പരായണനും ബ്രാഹ്മണവൃത്തിയിൽ ഇരിക്കുന്നവനും ധീര സദാശിവനിൽ പ്രേമാഭിലാഷങ്ങളുള്ളവനും പുതിയ വൃക്ഷങ്ങളെക്കൊണ്ട് സുശോഭിതമോ അല്ലെങ്കിൽ ഘോരാരണ്യത്തിൽ തനിയെ താമസിച്ച് ജീവാത്മാവിനെയും പരമാത്മാവിനെയും യോഗധാരണം ചെയ്യുന്നവനും യാജ്ഞനികനാകുന്നു. വായുവും അഗ്നിയും രേചകമാണ്. സൂര്യനും ചന്ദ്രനും പൂരകവുമാണ്. കെട്ടിവെച്ച ശിഖ സൂര്യസ്വരൂപമാണ്. അതിൽ അലിഞ്ഞു ചേരാതെ വീണ്ടും വീണ്ടും പൂരകം ചെയ്യണം. ചന്ദ്രഛേദസ്സുകൊണ്ട് ഉണ്ടായ ചവ്യ ഊർധമുഖമായ വായു ശക്തിയുടെ ബലം കൊണ്ട് ചഞ്ചലമായി ജ്വലിക്കുന്ന അഗ്നിയിൽ ആരാണോ നിത്യവും ഹോമം ചെയ്യുന്നത്, മൗനധാരണനായിരിക്കുന്നത്, ഈ സാധകൻ യാജ്ഞികനാകുന്നു. അഗ്നി ജ്വലിക്കുന്നത് മണിപുര ചക്രത്തിലാണ്. സ്വാധിഷ്ഠാന ചക്രത്തിൽ നിന്ന് മുകളിലേക്ക് ശ്വാസം വഹിച്ച് മൂലബന്ധം ചെയ്ത് മണിപുരത്തിൽ ദിവസവും ഹോമം ചെയ്താൽ അയാൾ മഹായോഗിയാകും. ജീവസ്വരൂപിയായ സൂര്യാഗ്നി കിരണരൂപ ശരീരത്തിലും ആത്മചന്ദ്രരൂപി ശരീരത്തിലും ഹോമം ചെയ്യുന്നവൻ യാജ്ഞികനാകുന്നു, സുരശക്തിയാകുന്നു. മാംസം ശിവവും. ഇവ രണ്ടിൻ്റെയും ഭോക്താവ് സ്വയം ഭൈരവനാകുന്നു. അതായത് ശക്തിരൂപമായ അഗ്നിയിൽ മാംസം ഹവനം ചെയ്യുന്നവൻ യാജ്ഞികനാകുന്നു. അഗ്നിയെ ശക്തിസ്വരൂപമായും ശുക്ലത്തിൽ നിന്നുള്ള ഓജസ്സിനെ മാംസരൂപമായി ഇവിടെ നിരൂപിക്കുന്നു. ധാർമ്മിക ലക്ഷണം. വിധിനിർമ്മിതമായ കുലകുണ്ടലത്തിലും കുലാത്മക വന്യയിലും ശിവാത്മക ദ്രവ്യങ്ങളെക്കൊണ്ട് പൂർണ്ണഹോമം നടത്തുന്നവൻ യാജ്ഞികനാകുന്നു. ഭൂമണ്ഡലത്തിൽ ധർമ്മശീലത്തോടെ നിർജ്ജന സ്ഥലത്തോ അല്ലെങ്കിൽ ഗൃഹാശ്രമിയായി വസിച്ച് ദൃഢഭക്തിയോടെ ജീവസാരം ജീവിക്കുന്നവൻ ശരിയായ ധാർമ്മികനാകുന്നു. എല്ലായ്പ്പോഴും ഈശ്വരചിന്ത ഉള്ളവനും ഗുരുവിൻ്റെ ആജ്ഞയെ കൃത്യമായി പാലിക്കുന്നവനും ഉത്തമമായ ശീലഗുണങ്ങളുള്ളവനും രണ്ടിൻ്റെയും ഫലങ്ങളെ അനുഭവിക്കുന്ന ധാർമ്മികനാണെന്ന് പറയപ്പെടുന്നു. ബ്രഹ്മജ്ഞാനിയുടെ ലക്ഷണം. രത്നത്തിലും കല്ലിലും ധർമ്മത്തിലും അധർമ്മത്തിലും ജയത്തിലും പരാജയത്തിലും എപ്പോഴും സമാനഭാവം ഉൾക്കൊള്ളുന്നവനും അല്ലെങ്കിൽ അവയെല്ലാം ത്യജിക്കുന്നവനുമായ സാധകൻ ബ്രഹ്മജ്ഞാനിയാവും. യോഗി ലക്ഷണം. കാലജ്ഞനും വിധിവേത്താവും അഷ്ടാംഗയോഗത്തിലും മുഴുകിയ ശരീരമുള്ളവനും പർവ്വതശിഖരത്തിൽ മൗനവ്രതത്തോടെ ഇരിക്കുന്നവനും ആയ ഭക്തൻ യോഗിയാകുന്നു. ബ്രഹ്മജ്ഞാന അവധൂത വേഷധാരി, പുണ്യാത്മാവ്, സുഹൃതി, ശുചി, കാമനകളില്ലാത്തവൻ, ധർമാത്മാവ് യോഗിയാകുന്നു. വാഗ്വാദിനിയായ ഭഗവതിയുടെ സൽകൃപാപാത്രം, ഷഡ്ചക്രങ്ങളെയും ഭേദിക്കുന്നവൻ, ഊർധരേത, ശുക്ലത്തെ മുകളിലേക്ക് കയറ്റുന്നവൻ, സ്ത്രീകളുമായി യാതൊരു ബന്ധമില്ലാത്തവൻ യോഗിയാകുന്നു. യജുർവേദത്തിൽ എല്ലാവരെക്കാളും മുന്നിൽ നിൽക്കുന്നവൻ, യജുർവേദ ഗ്രന്ഥത്തിലെ പത്രങ്ങളുടെ നിറത്തെ ധരിക്കുന്നവൻ, വർണ്ണമാലയിലെ തൻ്റെ ചിത്തത്തിൽ ജപം ചെയ്യുന്നവൻ എന്നിങ്ങനെയുള്ള ഭാവുക സാധകൻ യോഗിരാട്ട് എന്നറിയപ്പെടുന്നു. ആജ്ഞാചക്രപൂജ. 12 മാസം, 12 രാശി, തിഥി, വാരം, നക്ഷത്രം എന്നിവയോടുകൂടി ആജ്ഞാചക്രാംബുജത്തിൻ്റെ പൂജ ചെയ്യണം. കാലദേശപ്രശ്നങ്ങളിൽ വായുവി ശക്തിയെ നിർണ്ണയിക്കണം. ബാലവൃദ്ധ, അസ്താദി, ദണ്ഡ്, പല, നിശ്വാസം എന്നിവയുടെ സംഖ്യയെക്കൊണ്ട് പരമപവിത്രമായ ആജ്ഞാചക്രസാരത്തെ പൂജിക്കണം. ചക്രം സജ്ജനങ്ങൾക്ക് സർവത്ര സുഖപ്രദമായി തീരും. ഖലന്മാരായവർക്ക് വിപരീത ഫലം ഉണ്ടാകും. നിന്ദകന്മാർക്കും ഓരോരോ ദോഷഫലം ഉണ്ടാകും. പാപികൾക്ക് ചക്രഫലം ദുഃഖപ്രദമായിരിക്കും. ചക്രത്തിൽ പാപി മൃത്യു വരുത്തുന്നു, എന്നാൽ ജ്ഞാനി പരമപദം പ്രാപിക്കുന്നു. ശാസ്ത്രത്തിൻ്റെയും കാലത്തിൻ്റെയും അറിവുള്ളവൻ ജ്ഞാനിയായി അറിയപ്പെടുന്നു. ശാസ്ത്രത്തിൻ്റെയും കാലത്തിൻ്റെയും അറിവില്ലാത്തവൻ പാപിയാകുന്നു. യജുർവേദം സത്വഗുണപ്രധാനമാണ്. സത്വഗുണമുള്ളതിനാൽ അത് എപ്പോഴും വിശുദ്ധമാണ്. ഗുരുവിൻ്റെ ആജ്ഞാനുസാരം ചലിക്കുന്ന സാധകൻ അധോധിഷ്ഠാന സ്ഥിതിയുള്ള കുണ്ടലിനി മഹാശക്തിയെ യോഗസഞ്ചാലനം വഴി പ്രാപിക്കുന്നു. യജുർവേദ മഹാപാത്ര രൂപത്തിൽ അധിഷ്ഠാന ചക്രസേവ കൊണ്ട് ലലാടചക്രത്തിലെ അമൃതാര കൊണ്ട് കുണ്ടലിനി ശക്തി ചൈതന്യവത്തായിത്തീരും. ഭ്രൂമധ്യത്തിലെ 2 ഇതളുള്ള ആജ്ഞാചക്രത്തെ നന്നായി അറിഞ്ഞ് സാധകൻ ധ്യാനരൂപത്തിൽ അതിൽ ഹോമം ചെയ്തുകൊണ്ടിരിക്കണം. മന്ത്രജ്ഞ സാധകൻ കുണ്ടലിനിയുടെ അധോമുഖാഗ്രഭാഗത്ത് ശുദ്ധമായ നെയ്യ് കൊണ്ട് ഹോമം ചെയ്യണം. അതുമൂലം സാധകന് പ്രചണ്ഡമായ രശ്മികളോടുകൂടിയ മനോഹരമായ അവയവങ്ങളുണ്ടാകും. ഇന്ദ്രിയങ്ങളെ തടയാനുള്ള കഴിവുള്ള ശുദ്ധയോഗിയാവും. 4 ഇതളുള്ള മൂലാധാര കമലത്തിൽ കോടി സൂര്യപ്രഭയുള്ള തേജോമണ്ഡലത്തിൽ പൂജ ചെയ്യണം. ഹോമം, പൂജ എന്നിവയുടെ സൂചിപ്പിച്ചുള്ള കഠിനമായ ധ്യാനത്തെയും ദീർഘമായ കുംഭകത്തെയും പ്രാണായാമത്തെയുമാണ്. രുദ്രായാമണം 15-ാം പടലത്തിൻ്റെ ചുരുക്കം കഴിഞ്ഞു.
നമഃ ശിവായ.